0001 50 ലക്ഷം രൂപ വിലയുള്ള നമ്പർ ഫ്രീ ആയിട്ട് തന്നാലോ എന്ന് നമ്മളൊരു വാഹനം പരിചയപ്പെടുത്തുന്നു. വെറും 2,95,000 രൂപയ്ക്ക് ഈ നമ്പരോട് കൂടിയ ഒരു കിടിലൻ വാഹനം. ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയാണ് അവരുടെ വാഹനം, അതുപോലെ തന്നെ വാഹനത്തിന്റെ നമ്പരും. അങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്പറുള്ള ഒരു വാഹനമായിട്ടാണ് ഇന്ന് കാർലിംഗ് വന്നിരിക്കുന്നത്. നല്ല കിടിലൻ നമ്പറിൽ, 1ാം നമ്പറിൽ ഇപ്പൊ നിലവിൽ 46 ലക്ഷം രൂപയ്ക്ക് 7ാം നമ്പർ പോയത് നിങ്ങൾ അറിഞ്ഞാണല്ലോ. അപ്പോൾ 1ാം നമ്പറിന് 50 ലക്ഷം കൊടുക്കണ്ടേ? അപ്പോൾ ആ നമ്പർ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരണം. അത് വാഹനത്തോടൊപ്പം വെറും 2,95,000 രൂപയ്ക്ക്. അത് വെറും വാഹനമല്ല, ക്രൂസ് ആണ്. LTZ 2011 മോഡൽ, നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള വാഹനം. ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് LTZ വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന ഡീസൽ വാഹനമാണ്. അപ്പോൾ ഇതിന്റെ എക്സ്റ്റീരിയറിൽ തന്നെ നമുക്ക് തുടങ്ങാം. എക്സ്റ്റീരിയറിൽ ഈ ഹെഡ്ലൈറ്റിൽ തന്നെ കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. DRL ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഗ്രില്ല് ക്രോം ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ വാഹനത്തിന് കൂടുതൽ ലുക്ക് നൽകുന്നുണ്ട്. ഇത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കപ്പൽ പോലത്തെ അത്രയും വീതിയുള്ള, അത്രയും നീളമുള്ള ഒരു വാഹനമാണ്. നമ്മുടെ പ്രീമിയം വാഹനത്തിന്റെ അതേ ഫീലിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രീമിയം. ഇപ്പോൾ നമ്മുടെ ഷെവർലെറ്റ് ഇന്ത്യ വിട്ട് പോയെങ്കിലും അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇത്രയും വില കുറച്ച് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു പ്രീമിയം വാഹനമായിട്ട് കിടപിടിക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഈ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS, സൺറൂഫ്, അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിന്റെ ബോഡി സൈഡിൽ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ടയർ നോക്കിക്കഴിഞ്ഞാലും എബോ 60 to 70% ഉണ്ട്. ഈ വാഹനത്തിന്റെ മൈലേജിനെ കുറിച്ച് പ്രതിപാദിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീസൽ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിന്റെ സൈഡിൽ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. ബോഡിയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു കസ്റ്റമറിന്റെ ഒരു 3-4 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇപ്പോൾ പുതിയൊരു പ്രീമിയം വാഹനം എടുത്തുകൊണ്ടാണ് ഈ വാഹനം കൊടുക്കാനായിട്ട് വന്നത്. ഈ വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കസ്റ്റമറുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങളത് സെയിലിന് വേണ്ടി വീഡിയോ ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് നെഗോഷിയേഷൻ ചെയ്ത് ഡയറക്റ്റ് സംസാരിച്ച് വാഹനം എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിന്റെ ബോഡിയിൽ നോക്കിക്കോളൂ, വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. 2 സൈഡിലും ഒരുപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറയാൻ, നിലവിൽ ഇതിന്റെ ഗിയർ ബോക്സ് മാറിയിട്ടുണ്ട്. ഈ വാഹനത്തിന് ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ ഗിയർ ബോക്സ് കംപ്ലൈന്റ് വരാറുണ്ട്. അപ്പോൾ നിലവിൽ ഏകദേശം 1.5 ലക്ഷം രൂപ മുടക്കി ഗിയർ ബോക്സ് ഒക്കെ മാറ്റിയ വാഹനമാണ്. വേറെ റീപ്ലേസ്മെന്റ്, വേറെ മേജർ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന്റെ ഇന്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റിയറിംഗ് കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, അതുപോലെ ക്ലൈമറ്റോണിക് AC ആണ് വരുന്നത്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയറൊക്കെ പ്രീമിയം ഫീൽ തന്നെയാണ് ഈ വാഹനം വരുന്നത്. ബാക്ക് സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ്. ഒരു ലക്ഷറി ഫീൽ നൽകുന്ന ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ ഇത് കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. ഇൻബിൽഡ് സീറ്റ്സ് ഒക്കെയാണ് വരുന്നത്, അഡീഷണൽ ചെയ്തതൊന്നുമല്ല. നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് കൂടെ നോക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബൂട്ട് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള ഫാൻസി നമ്പറിൽ വരുന്ന ഓട്ടോമാറ്റിക് ഡീസൽ LTZ ക്രൂസ് വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും 2,95,000 രൂപയാണ്. പ്രൈസ് നമുക്ക് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ഗുഡ് ബൈ.